ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. പ്രിയ സഹോദര സഹോദരി, നിനക്ക് നല്ല ഒരു ദിവസം നേരിയ ഈശോ നിൻ്റെ ജീവിതത്തെ സമർത്ഥമായിട്ട് അനുഗ്രഹിക്കട്ടെ. ഈശോ ശിഷ്യന്മാർക്ക് വേണ്ടി പ്രാർത്ഥിച്ചപ്പോൾ നമുക്ക് ആ പ്രാർത്ഥനയോടെ കടന്നു പോവുകയാണ്. നമ്മളെ അത്ഭുതപ്പെടുത്തുന്ന ഒരു വചനമുണ്ട്. അത് സൂചിപ്പിക്കുന്നത് ഈശോ നമുക്കും കൂടി വേണ്ടി പ്രാർത്ഥിച്ചു എന്നുള്ളതാണ്. ആ വചനം ഇപ്രകാരമാണ്. വിശുദ്ധ യോഹന്നാൻ അറിയിച്ച സുവിശേഷം 17-ാം അധ്യായം 20-ാം തിരുവചനം. അവർക്ക് വേണ്ടി മാത്രമല്ല, അവരുടെ വചനം മൂലം എന്നിൽ വിശ്വസിക്കുന്നവർക്ക് വേണ്ടി കൂടിയാണ് ഞാൻ പ്രാർത്ഥിക്കുന്നത്. നോക്കിയേ, ശിഷ്യന്മാർക്ക് വേണ്ടി മാത്രമല്ല, ശിഷ്യന്മാരുടെ വചനം മൂലം ആരൊക്കെ എന്നിൽ വിശ്വസിക്കുന്നോ അവർക്കും കൂടെ വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നതെന്ന്. അങ്ങനെയാണ് പ്രിയ സഹോദര സഹോദരി, ആ ഈശോയുടെ പ്രാർത്ഥനയിൽ നീയും ഉണ്ടായിരുന്നു. നിന്നെ കൂടി ഉൾപ്പെടുത്തിയിരുന്നു. നിന്നെ കൂടി ലോകത്തിൽ നിന്ന് ഏറ്റെടുക്കണമെന്ന്, ലോകത്തിൻ്റെതായ വശ്യതകളിൽ നിന്ന് സംരക്ഷിക്കണമെന്ന് പ്രാർത്ഥിച്ചിട്ടുണ്ട്. നിന്നെ കൂടി ഒരുമേൽ കാത്തു സൂക്ഷിക്കുവാനായിട്ട് പ്രാർത്ഥിച്ചിട്ടുണ്ട്. നോക്കിക്കേ, 2000 വർഷങ്ങൾക്കപ്പുറം നീ ഉദയം ചെയ്യുന്നതിന് മുമ്പേ നിന്നെ കരുതിയ ദൈവം, നിനക്ക് വേണ്ടി പിതാവിനോട് മാധ്യസ്ഥം വഹിച്ച ദൈവം, ആ ദൈവം ഇത്. ആ ഈശോയിലേക്ക് നീ നിന്നെ തന്നെ ഒന്ന് കൊടുക്കാവോ? ഈശോയുടെ പദ്ധതിയുടെ ഭാഗമാണ് നീ. നിന്നെ ഈശോ ഏറ്റെടുക്കും. നമുക്കൊന്ന് പ്രാർത്ഥിക്കാം. കണ്ണുകളടച്ച് കരങ്ങൾ കൂപ്പി. നല്ലവനായ കർത്താവേ, നിന്നെ അങ്ങ് സ്തുതിക്കുന്നു, ആരാധിക്കുന്നു, മഹത്വപ്പെടുത്തുന്നു. നിന്റെ നിറ സാന്നിധ്യത്തെ നന്ദിയോടുകൂടി ഓർക്കുകയാണ്. ഈശോയെ, നിന്റെ പ്രാർത്ഥനയിൽ നീ ഈ വ്യക്തിയെ കൂടി കരുതിയിട്ടുണ്ടല്ലോ. എന്നും ഈ വ്യക്തിയെ നിന്റെ ഹൃദയത്തിൽ സൂക്ഷിക്കണമെന്ന് പ്രാർത്ഥിക്കുകയാണ്. ഈ ദിവസത്തിന് വേണ്ട നന്മകളും കൃപകളും എല്ലാം ഈ നിമിഷം നൽകണമേ. ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ആരാധിക്കുമ്പോൾ അപദാനം പാടിട ആ പൂജിതമാ